ഭരണഘടനാ മൂല്യങ്ങളിൽ അഭിമാനിക്കുന്ന ഒരു രാജ്യം പെട്ടെന്നൊരു പാതിരാത്രിയിൽ തങ്ങളിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് നേരെ മുഖം തിരിക്കുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പാർലമെന്റിൽ സംഭവിച്ചത് അതാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ 2026 പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടിനിടയിലും ലോക്സഭയിൽ ശബ്ദ വോട്ടോടെ തിടുക്കത്തിൽ പാസാക്കുകയും തൊട്ടടുത്ത ദിവസം രാജ്യസഭയും അതേ രീതിയിൽ തന്നെ ബിൽ പാസാക്കുകയും ചെയ്തു. നിർവചനങ്ങൾ കർശനമാക്കാനും ദുരുപയോഗം തടയാനുമുള്ള ഒരു ഭരണപരമായ തിരുത്തൽ എന്ന നിലയിലാണ് സർക്കാർ ഇതിനെ അവതരിപ്പിച്ചത്. എന്നാൽ ഈ നിയമനിർമ്മാണം യഥാർത്ഥത്തിൽ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഏറെ നാളത്തെ പോരാട്ടത്തിനൊടുവിൽ നേടിയെടുത്ത സ്വയം നിർണയാവകാശത്തെ ഇത് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി. പകരം നിർബന്ധിത മെഡിക്കൽ പരിശോധനകളെ അടിച്ചേൽപ്പിക്കുകയും ആരാണ് ട്രാൻസ്ജെൻഡർ എന്നതിന്റെ നിർവചനം തന്നെ സങ്കുചിതമാക്കുകയും ചെയ്യുന്നു. ഇത് 2014 സുപ്രീം കോടതിയുടെ ചരിത്രപരമായ നൽസ വിധിയെ തന്നെ ഇല്ലാതാക്കുകയും ഭരണഘടനയുടെ 14, 15, 19, 21 അനുച്ഛേദങ്ങൾ പ്രകാരമുള്ള മൗലിക അവകാശങ്ങളെ ലംഘിക്കുകയുമാണ് ചെയ്യുന്നത്. മുഖ്യധാരയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡർ സമൂഹത്തെ നിയമപരമായ അദൃശ്യതയിലേക്കും സാമൂഹികമായ ഇല്ലാതാക്കലിലേക്കും തിരികെ തള്ളുകയാണ് ഈ നിയമം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ ഭേദഗതി ട്രാൻസ് സമൂഹത്തെ യഥാർത്ഥമായ പരമ്പരാഗത ഗ്രൂപ്പുകളെന്നും വ്യാജമായ സ്വയം തിരിച്ചറിഞ്ഞവരെന്നും വിഭജിക്കുന്നു. ഏകസ്വരത്തിൽ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ കൂട്ടായ പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഭിന്നിപ്പിച്ചു ഭരിക്കൽ എന്ന ക്ലാസിക് തന്ത്രമാണ് മോദി സർക്കാർ പുറത്തെടുത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഈ നിയമം തകർക്കാൻ ശ്രമിക്കുന്ന നിയമപരമായ അടിത്തറയെക്കുറിച്ച് മനസ്സിലാക്കിയാലേ ഇതിന്റെ ആഘാതം തിരിച്ചറിയാൻ സാധിക്കൂ. 2014 നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയും യൂണിയൻ ഓഫ് ഇന്ത്യയും തമ്മിലുള്ള കേസിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ എല്ലാ മൗലികാവകാശങ്ങൾക്കും അർഹതയുള്ള ഒരു മൂന്നാം ലിംഗമായി സുപ്രീം കോടതി അംഗീകരിച്ചിരുന്നു. അനുച്ഛേദം 21 കീഴിലുള്ള വ്യക്തി സ്വാതന്ത്ര്യം, അന്തസ്സ്, സ്വകാര്യത എന്നിവയുടെ അവിഭാജ്യ ഘടകമായി തങ്ങൾക്ക് അനുഭവപ്പെടുന്ന ലിംഗവ്യക്തിത്വം സ്വയം നിർണ്ണയിക്കാനുള്ള അവകാശത്തെ കോടതി വ്യക്തമായി ശരിവെച്ചു. അനാവശ്യ തടസ്സങ്ങളില്ലാതെ അവർക്ക് നിയമപരമായ അംഗീകാരം ലഭിക്കുന്നതിനുള്ള നിയമങ്ങൾ രൂപീകരിക്കാൻ സർക്കാരുകൾക്ക് കോടതി നിർദ്ദേശം നൽകി. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമം 2019 വരുന്നത് ഇങ്ങനെയാണ്. ഇതൊരു മികച്ച നിയമമൊന്നും ആയിരുന്നില്ല, എങ്കിലും ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത് വിപ്ലവകരം തന്നെയായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. കൺവേർഷൻ തെറാപ്പി നിരോധിക്കുന്നതിലോ ശക്തമായ സംവരണം നൽകുന്നതിലോ പരാജയപ്പെട്ടതുൾപ്പെടെ പലതരത്തിലും ഈ നിയമത്തിന് പോരായ്മകൾ ഉണ്ടായിരുന്നുവെങ്കിലും സെക്ഷൻ 4(2) സ്വയം നിർണയാവകാശത്തെ ഇത് ഉറപ്പുവരുത്തിയിരുന്നു. നിർബന്ധിതമായ വൈദ്യശാസ്ത്ര പരിശോധനകളുടെ ആവശ്യമില്ലാതെ സ്വന്തം പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് സർട്ടിഫിക്കറ്റിനായി ജില്ലാ മജിസ്ട്രേറ്റിനെ സമീപിക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു മികച്ച നിയമമല്ലെങ്കിലും വിപ്ലവകരം എന്ന് പറഞ്ഞത്. ആഗോള മനുഷ്യാവകാശ മാനദണ്ഡങ്ങളോടൊക്കെ ഒരു പരിധിവരെ ചേർന്ന് നിൽക്കുന്നതായിരുന്നു ഈ നിയമം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ 2026 ഭേദഗതി ഇതിനെയെല്ലാം ഇല്ലാതാക്കുന്നു. 2019 നിയമത്തിലെ നിർവചനം വ്യക്തതയില്ലാത്തതായിരുന്നു എന്നും ഇത് നടപ്പിലാക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചുവെന്നും മറ്റ് നിയമങ്ങളുമായി ഇത് ഒത്തുപോകുന്നില്ലെന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പുതിയ ഭേദഗതി വന്നിരിക്കുന്നത്. വിവിധ ലിംഗവ്യക്തിത്വങ്ങൾ, സ്വയം തിരിച്ചറിയുന്ന ലൈംഗിക വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ ജെൻഡർ ഫ്ലൂയിഡിറ്റികളുള്ള എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്താൻ ഈ നിയമം ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ലെന്നും മറിച്ച് യാതൊരു തെറ്റും ചെയ്യാതെ സ്വന്തം തിരഞ്ഞെടുപ്പില്ലാതെ ജീവശാസ്ത്രപരമായ കാരണങ്ങളാൽ കടുത്ത സാമൂഹിക ഒഴിവാക്കൽ നേരിടുന്നവരെ മാത്രമാണ് ഉദ്ദേശിച്ചതെന്നുമാണ് വാദം. ഈ വാദം വസ്തുതാപരമായി തെറ്റിദ്ധരിപ്പിക്കുന്നത് മാത്രമല്ല, ലിംഗവ്യക്തിത്വത്തെ കേവലം ജീവശാസ്ത്രത്തിലേക്കോ പരമ്പരാഗത സാമൂഹിക സാംസ്കാരിക റോളുകളിലേക്കോ ചുരുക്കുകയും സ്വയം നിർണയത്തെ വെറുമൊരു തിരഞ്ഞെടുപ്പായി തള്ളിക്കളയുകയും ചെയ്യുന്ന തികച്ചും പിന്തിരിപ്പനായ ഒരു അജണ്ടയാണ്. ഭേദഗതിയുടെ സെക്ഷൻ 2 ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നതിന്റെ നിർവചനത്തെ വളരെ സങ്കുചിതമാക്കുന്നു. കിന്നർ, ഹിജ്ര, അരവാണി, ജോക്ത അല്ലെങ്കിൽ നപുംസകം തുടങ്ങിയ പ്രത്യേക സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലമുള്ളവർ, പ്രാഥമിക ലൈംഗിക സവിശേഷതകൾ, ബാഹ്യ ജനനേന്ദ്രിയങ്ങൾ, ക്രോമസോം പാറ്റേണുകൾ, ഹോർമോൺ ഉൽപാദനം അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ അവസ്ഥകൾ എന്നിവയിലെ ജന്മനായുള്ള വ്യതിയാനങ്ങൾ ഉള്ളവർ അല്ലെങ്കിൽ ബലപ്രയോഗം, പ്രലോഭനം, വഞ്ചന അതല്ലെങ്കിൽ അനാവശ്യ പീഡനം എന്നിവയിലൂടെ വൈകല്യം വരുത്തിയതോ ഷണ്ഡീകരിച്ചതോ ട്രാൻസ്ജെൻഡർ വ്യക്തിത്വം സ്വീകരിക്കാൻ നിർബന്ധിതരായവർ എന്നിവരിലേക്ക് മാത്രമായി ഈ നിർവചനം ചുരുങ്ങുന്നു. ഏറ്റവും പ്രധാനമായി വ്യത്യസ്ത ലൈംഗിക ചായ്വുകളും സ്വയം നിർണയിച്ച ലൈംഗിക വ്യക്തിത്വങ്ങളുമുള്ള വ്യക്തികളെ ഇത് ബോധപൂർവം ഒഴിവാക്കുന്നു. ശസ്ത്രക്രിയയോ തെറാപ്പിയോ പരിഗണിക്കാതെ ട്രാൻസ് പുരുഷന്മാരെയും ട്രാൻസ് സ്ത്രീകളെയും ജെൻഡർ ക്യൂർ വ്യക്തികളെയും ജനിച്ചപ്പോൾ നൽകിയ ലിംഗവുമായി പൊരുത്തപ്പെടാത്ത എല്ലാവരെയും ഉൾക്കൊള്ളുന്ന 2019 നിയമത്തിലെ വിശാലമായ നിർവചനം ഈ ബിൽ ഒഴിവാക്കുന്നു. ഇത് അപകടകരമാണ്.
ഇത് മനുഷ്യന്റെ ഐഡന്റിറ്റിയെ തന്നെ നിയമനിർമ്മാണത്തിലൂടെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. പരമ്പരാഗത ഹിജ്റ ഗുരു ചേല സമ്പ്രദായത്തിലോ പ്രത്യേക ജീവശാസ്ത്രപരമായ മാനദണ്ഡങ്ങളിലോ ഉൾപ്പെടാത്ത ട്രാൻസ് പുരുഷന്മാരും ട്രാൻസ് സ്ത്രീകളും ഇപ്പോൾ നിയമത്തിന്റെ പരിരക്ഷയ്ക്ക് പുറത്താണ്. മറ്റേതൊരു വ്യക്തിത്വത്തെയും പോലെ തന്നെ സ്വാഭാവികവും സാധുതയുള്ളതുമായ നോൺ ബൈനറി ജെൻഡർ ഫ്ലൂയിഡ് വ്യക്തികൾ നിയമപരമായി പൂർണ്ണമായും അപ്രത്യക്ഷരാകുന്നു. സ്വന്തം പ്രഖ്യാപനത്തെ മാനിക്കുന്നതിന് പകരം ജന്മനായുള്ള വ്യതിയാനം അല്ലെങ്കിൽ നിർബന്ധിതമായ ശസ്ത്രക്രിയ എന്നിവയുടെ തെളിവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ബിൽ വ്യക്തിത്വത്തെ മെഡിക്കൽ വൽക്കരിക്കുകയും രോഗവൽക്കരിക്കുകയും ചെയ്യുകയാണ്. സുപ്രീം കോടതി കൃത്യമായി തള്ളിക്കളഞ്ഞ 2014 മുമ്പുള്ള ആ ജീവശാസ്ത്രപരമായ അടിസ്ഥാനവാദത്തെ ഈ ഭേദഗതി വീണ്ടും കൊണ്ടുവരികയാണ്. ലിംഗവ്യക്തിത്വം എന്നത് ഒരു തിരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ പാശ്ചാത്യ ഇറക്കുമതിയോ അല്ല. ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ളവർ അതിനെ മനുഷ്യ വൈവിധ്യത്തിന്റെ ഒരു വശമായി അംഗീകരിക്കുന്നുണ്ട്. കേവലം ജീവശാസ്ത്രപരമായ കാരണങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്നതിലൂടെ മെഡിക്കൽ മാനദണ്ഡങ്ങളുമായി ഒത്തുപോകാതെ തന്നെ സാമൂഹികമായോ ഹോർമോൺ മുഖേനയോ ശസ്ത്രക്രിയയിലൂടെയോ ലിംഗമാറ്റം നടത്തുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതാനുഭവങ്ങളെ സർക്കാർ പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്വയം നിർണയാവകാശത്തിന് പകരം നിർബന്ധിതമായ മെഡിക്കൽ സർട്ടിഫിക്കേഷൻ കൊണ്ടുവരുന്നത് ഏറ്റവും ഭയാനകമാണ്. ഈ നിയമ ഭേദഗതി ഒരു മെഡിക്കൽ അതോറിറ്റിയെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതായത് ചീഫ് മെഡിക്കൽ ഓഫീസറോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചീഫ് മെഡിക്കൽ ഓഫീസറോ തലവനായുള്ള ഒരു മെഡിക്കൽ ബോർഡാണ് ഒരാളുടെ ഐഡന്റിറ്റി തീരുമാനിക്കുന്നത്. സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുമ്പ് ബോർഡിന്റെ ശുപാർശ പരിശോധിക്കാനും ആവശ്യമെങ്കിൽ കൂടുതൽ വിദഗ്ധരുമായി കൂടിയാലോചിക്കാനും ജില്ലാ മജിസ്ട്രേറ്റിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സെക്ഷൻ 6 ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതായത് സെക്ഷൻ 4(2) സ്വയം നിർണയാവകാശ വ്യവസ്ഥ പൂർണ്ണമായും ഇല്ലാതാക്കി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആശുപത്രികൾ ഇപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റിനും ബോർഡിനും വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. കൂടാതെ പുതുക്കിയ ജെൻഡർ സർട്ടിഫിക്കറ്റുകൾ ഐച്ഛികമെന്നതിന് പകരം നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. ഒരാളുടെ ജെൻഡർ എന്നത് അയാളുടെ മാത്രം കാര്യമാണ് എന്നത് ഇപ്പോൾ വിവിധ വകുപ്പുകളുടെയും ചുവപ്പ് നാടകളുടെയും മെഡിക്കൽ പരിശോധനകളുടെയും കാര്യമായി മാറിയിരിക്കുന്നു. പരിശോധനകൾ, കാലതാമസങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഗ്രാമീണ പ്രദേശങ്ങളിലെയും പിന്നോക്ക പ്രദേശങ്ങളിലെയും സേവനങ്ങൾ നിഷേധിക്കപ്പെടൽ, ജെൻഡർ അഫേമിംഗ് പരിചരണത്തിൽ പരിശീലനം ലഭിക്കാത്ത ഡോക്ടർമാരിൽ നിന്നുള്ള പെരുമാറ്റങ്ങൾ എന്നിവയെല്ലാം നേരിടേണ്ടി വരുന്ന തരത്തിലാണ് പുതിയ പരിഷ്കാരങ്ങൾ വന്നിരിക്കുന്നത്. ഈ മാറ്റങ്ങൾ അപമാനകരവും അപകടകരവുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഇതിനകം തന്നെ ആശുപത്രികളിൽ വ്യാപകമായ ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ട്. ഒരു പനി ബാധിച്ച് ചികിത്സ തേടിയാൽ പോലും കടുത്ത അവഗണനയും അവഹേളനവുമാണ് ഉണ്ടാകുന്നത്. ഇത്തരം സാഹചര്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് ജനനേന്ദ്രിയ പരിശോധനകൾക്കും ക്രോമോസോം പരിശോധനകൾക്കും വേണ്ടി അവരോട് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാകാൻ ആവശ്യപ്പെടുന്നത്. ദരിദ്രരും നിരക്ഷരരും തെരുവിലും മറ്റും ഉപേക്ഷിക്കപ്പെട്ട് രേഖകളില്ലാത്തവർക്കുമൊക്കെ ഇത്തരം ഒരു കടമ്പകൾ കടക്കാൻ കഴിയില്ല എന്നത് ഉറപ്പാണ്. ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷന് പോലും കൈക്കൂലി കൊടുക്കേണ്ടി വരുന്ന നമ്മുടെ രാജ്യത്ത് ജെൻഡർ സർട്ടിഫിക്കറ്റ് നേടുക എന്ന പ്രക്രിയ പണമുള്ളവന് മാത്രം സാധ്യമാകുന്ന നടപടിക്രമമായി മാറും എന്നതും ഉറപ്പാണ്. അടുത്ത പ്രശ്നം വ്യക്തിയുടെ അഭിമാനവും സ്വകാര്യതയും ഒക്കെയാണ്. നിർബന്ധിത മെഡിക്കൽ പരിശോധന സ്വകാര്യതയെ പൂർണ്ണമായും നശിപ്പിക്കുന്നതാണ്. എന്തിനു വേണ്ടിയാണ് ഇത്രയും സങ്കീർണമായ നടപടികൾ എന്നതാണ് ഏറ്റവും വലിയ തമാശ. യഥാർത്ഥ ഗുണഭോക്താക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടികളെല്ലാം എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ക്ഷേമ പദ്ധതികൾ, സംവരണം, നിയമപരിരക്ഷ എന്നിവയ്ക്കെല്ലാം ആവശ്യമായ തിരിച്ചറിയൽ രേഖകൾ ലഭിക്കുന്ന അർഹരായ കമ്മ്യൂണിറ്റിയെ വെട്ടിച്ചുരുക്കപ്പെടും എന്നതാണ് ഈ നിയമ ഭേദഗതിയുടെ യഥാർത്ഥ ഫലം. സർക്കാർ ലക്ഷ്യമിടുന്നതും അതുതന്നെയാണ്. 2019 സർട്ടിഫിക്കറ്റുകളെ ആശ്രയിച്ചിരുന്ന ആയിരക്കണക്കിന് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ വീണ്ടും അവരുടെ ജെൻഡറിന് അപേക്ഷിക്കാൻ നിർബന്ധിതരാകും. അല്ലെങ്കിൽ അവരുടെ നിയമപരമായ അംഗീകാരം പൂർണ്ണമായും നഷ്ടപ്പെടും. പുതുക്കിയ സെക്ഷൻ 18 പ്രകാരമുള്ള ബില്ലിലെ പുതിയ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുക. നിർബന്ധിത തൊഴിൽ, പൊതുയിടങ്ങളിലേക്കുള്ള പ്രവേശനം നിഷേധിക്കൽ, കുടിയൊഴിപ്പിക്കൽ, ദുരുപയോഗം, പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡർ വ്യക്തിത്വം സ്വീകരിക്കാൻ തട്ടിക്കൊണ്ടുപോവുകയോ നിർബന്ധിക്കുകയോ ചെയ്യുക എന്നിവയ്ക്ക് തരംതിരിച്ചുള്ള ശിക്ഷകൾ നൽകുന്നു. കുട്ടികളുടെ കാര്യത്തിൽ ജീവപര്യന്തം തടവ് വരെ ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഒറ്റനോട്ടത്തിൽ യഥാർത്ഥ ചൂഷകർക്കുള്ള കടുത്ത ശിക്ഷകൾ പുരോഗമനപരമായി തോന്നാം. എന്നാൽ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് തീർത്തും സങ്കുചിതമായ ഒരാശയമാണെന്ന് വ്യക്തമാകും. ആരാണ് നിയമപരമായി ട്രാൻസ്ജെൻഡർ ആകേണ്ടതെന്ന് നിയമം നിർവചിക്കുകയും അതേസമയം ആരെങ്കിലും അതിലേക്ക് നിർബന്ധിക്കുന്നത് കുറ്റകരമാക്കുകയും ചെയ്യുന്നു. അവിടെയാണ് അപകടമുള്ളത്. ട്രാൻസ് വ്യക്തിത്വമുള്ള ഒരാളെ സത്യസന്ധമായി സഹായിക്കുന്ന ഒരു വ്യക്തിയെയോ സംഘടനയെയോ ഇത് പ്രകാരം കുറ്റക്കാരാക്കാം. ട്രാൻസ് വ്യക്തിയുടെ കുടുംബത്തിന് കുറച്ച് സ്വാധീനമുണ്ടെങ്കിൽ അവരുടെ മകളോ മകനോ ട്രാൻസ് വ്യക്തിത്വം വെളിപ്പെടുത്തുന്നത് അവർക്കിഷ്ടമല്ലെങ്കിൽ ഇത്തരത്തിൽ നിയമത്തെ ദുരുപയോഗിക്കാൻ കഴിയും. 2019 നിയമം തയ്യാറാക്കാൻ സഹായിച്ച സാമൂഹ്യ പ്രവർത്തകരും നിയമവിദഗ്ധരുമെല്ലാം ഈ ഭേദഗതിയെ ജനാധിപത്യ വിരുദ്ധമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ഭേദഗതി കൊണ്ടുവരുന്നതിന് മുൻപ് വിപുലമായ യാതൊരു കൂടിയാലോചനകളും നടന്നിട്ടില്ല എന്നതുകൂടി ശ്രദ്ധിക്കണം.
2026 മാർച്ച് 13 തിടുക്കപ്പെട്ട് അവതരിപ്പിച്ച ബിൽ മിക്ക ട്രാൻസ് സമൂഹങ്ങളെയും പരിഗണിക്കുന്നതല്ല. തമിഴ്നാട്ടിലെ തിരുനമ്പി സമൂഹങ്ങളെയോ അല്ലെങ്കിൽ പട്ടികപ്പെടുത്തിയ സാമൂഹിക സാംസ്കാരിക പദങ്ങളിൽ ഉൾപ്പെടാത്ത അർബൻ ട്രാൻസ്മെൻ കമ്മ്യൂണിറ്റിയുടെയോ ഒക്കെ ശബ്ദങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് ഈ ബിൽ പാസാക്കിയെടുത്തിരിക്കുന്നത്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഭയാനകമാണ്. സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വിദ്യാഭ്യാസ ക്വാട്ടകൾ, സർക്കാർ ജോലികൾ, ആരോഗ്യ സംരക്ഷണ പദ്ധതികൾ, അടിസ്ഥാന ബാങ്കിംഗ് എന്നിവയെല്ലാം നഷ്ടമാവും. നിയമപരമായ പരിരക്ഷകൾ ചുരുങ്ങുമ്പോൾ പാർപ്പിടം, തൊഴിൽ, പൊതുയിടങ്ങൾ എന്നിവയിൽ ഇപ്പോൾ തന്നെ വ്യാപകമായ വിവേചനം കൂടുതൽ രൂക്ഷമാകും. 2017 പുട്ടസ്വാമി വിധി പ്രകാരമുള്ള സ്വകാര്യതയ്ക്കുള്ള അവകാശത്തിനും നിയമത്തിനു മുന്നിലെ തുല്യതയ്ക്കും ഈ ബിൽ വിരുദ്ധമാണ്. രാഷ്ട്രീയമായി ജീവിതാവസ്ഥകളിലെ അന്തസ്സിനേക്കാൾ ജീവശാസ്ത്രപരമായ നിർണയങ്ങൾക്ക് മുൻഗണന നൽകുന്ന പൗരത്വത്തെക്കുറിച്ചുള്ള സങ്കുചിതമായ ഒരു കാഴ്ചപ്പാടാണ് ഇത് നൽകുന്നത്. ട്രാൻസ് സമൂഹത്തിന് നേരെ ഒരുപക്ഷെ ആൾക്കൂട്ട ആക്രമണങ്ങൾക്കും സാമൂഹിക ബഹിഷ്കരണങ്ങൾക്കും കൂടുതൽ കരുത്ത് പകർന്നേക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് എത്തിക്കുക. ഈ ഭേദഗതി സൂക്ഷ്മമായി വായിച്ചു നോക്കിയാൽ തന്നെ ഇത് സംബന്ധിച്ച സർക്കാരിന് ന്യായീകരണങ്ങൾ പൊളിയുന്നതായി മനസ്സിലാക്കാൻ കഴിയും. 2019 നിയമം നടപ്പിലാക്കുന്നതിലുണ്ടായ ബുദ്ധിമുട്ടുകൾ നിയമത്തിന്റെ അവ്യക്തതയിൽ നിന്നല്ല ഉണ്ടായത്, മറിച്ച് ഭരണകൂടത്തിന്റെ അനാസ്ഥ, ബോധവൽക്കരണത്തിന്റെ അഭാവം, സാമൂഹിക മുൻവിധികൾ എന്നിവയിൽ നിന്നാണ്. ദുരുപയോഗം നടന്നിട്ടുണ്ട് എന്ന സർക്കാർ വാദം പൂർണ്ണമായും ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. അത് തടയാനുള്ള നിയമങ്ങളെയായിരുന്നു കൊണ്ടുവരേണ്ടത്, അല്ലാതെ മൊത്തത്തിൽ ആ സിസ്റ്റത്തെ തന്നെ ഇത്തരത്തിൽ തലതിരിച്ചു വെക്കുകയല്ല വേണ്ടത്. ലൈംഗികാഭിരുചികളും ജെൻഡറും ഒക്കെ ഫാഷൻ പോലെ തിരഞ്ഞെടുക്കുന്ന ഒന്നല്ല, മറിച്ച് അവ ഒരാളിൽ നിലനിൽക്കുന്ന ഒന്നാണ് എന്ന യാഥാർത്ഥ്യത്തെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഭേദഗതിയുടെ പ്രശ്നം. ചുരുക്കത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ 2026 ഒരു പരിഷ്കരണമല്ല, അതൊരു പിന്തിരിയലാണ്. ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡർ സമൂഹം നൂറ്റാണ്ടുകളായുള്ള പാർശ്വവൽക്കരണം അനുഭവിച്ചിട്ടുണ്ട്. സെക്ഷൻ 377 പ്രകാരമുള്ള കൊളോണിയൽ ക്രിമിനൽ വൽക്കരണം മുതൽ ദൈനംദിന ക്രൂരതകൾ വരെ അതിനെ കൂടുതൽ ക്രൂരമാക്കുന്നു എന്നത് മാത്രമാണ് ഈ പുതിയ ഭേദഗതിയും ചെയ്യുന്നത്.